ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നവരുണ്ടെന്ന വിവാദത്തിന് പിന്നാലെ ക്ഷേമ പെൻഷൻ അപേക്ഷകർക്ക് സർക്കാരിൻ്റെ കടുത്ത നിബന്ധനകളാണ് വരുന്നത്. ഇതുമൂലം സർക്കാരിൻ്റെ പെൻഷൻ അർഹതയുള്ളവർക്ക് പോലും പെൻഷൻ അർഹതയുള്ള പല ആളുകളും പട്ടികയിൽ നിന്ന് ഒഴിവാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അതുപോലെ വീടിൻ്റെ വിസ്തീർണം 1000 ചതുരശ്ര മീറ്ററിൽ കൂടാൻ പാടില്ല. 2 ഏക്കർ ഭൂമി, 4 ചക്ര വാഹനം ഇവയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നിബന്ധനകൾ. 1000 ചതുരശ്ര മീറ്ററാണ് സംസ്ഥാനത്തിലെ ഭൂരിഭാഗം ആളുകളുടെ വീടുകളും. കൂടാതെ നിർമ്മാണ തൊഴിലാളി, മോട്ടോർ തൊഴിലാളി, ചെത്തു തൊഴിലാളി, ടൈലറിംഗ് തൊഴിലാളി തുടങ്ങിയ വിവിധ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2022 ഇരട്ട പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം ക്ഷേമ പെൻഷൻ വെട്ടിക്കുറച്ചിരുന്നില്ല. എന്നാൽ അതും ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. പിങ്ക് കാർഡ് ഉള്ളവർക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടാത്ത സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗവും മറ്റ് പെൻഷൻ അർഹതയുള്ള ആളുകളായിരുന്നു. ഒരു വാർഡിൽ മുമ്പെല്ലാം 300 പേർക്ക് വരെ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചിരുന്നു. എന്നാൽ അതിലെല്ലാം ഇപ്പോൾ 40% കുറവാണ് വന്നിരിക്കുന്നത്. ഇത്രയും സാഹചര്യങ്ങളെല്ലാം നോക്കിക്കണ്ടാണ് സർക്കാർ പെൻഷന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുന്നത്. നമ്മുടെ വരുമാന പരിധി 1 ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നുള്ളതെല്ലാമാണ് നിബന്ധന. വരുമാന പരിധി 1 ലക്ഷം എന്നുള്ളത് 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു. നിലവിലെ നിബന്ധനകളെല്ലാം മാറ്റി അർഹതയുള്ള എല്ലാവർക്കും പെൻഷൻ നൽകണം എന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ഇത് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 2025 മുതൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അതായത് ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ഇപ്പോൾ വളരെയധികം രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താവാതെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ചില രേഖകളെല്ലാം സമർപ്പിക്കേണ്ടതുണ്ട്. ഈ വരുന്ന 2025 ഇവയെല്ലാം സമർപ്പിക്കേണ്ടത്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, അത് സ്ത്രീ ഗുണഭോക്താക്കളെയാണ് ബാധിക്കുന്നത്. അവർക്കുള്ള സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ട സമയം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ വിധവ പെൻഷൻ, അതുപോലെ 50 വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന സ്ത്രീകൾ അവർ പുനർവിവാഹിതരല്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കണം. നമ്മുടെ അടുത്തുള്ള അക്ഷയ സെൻറ്റർ വഴി നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ റേഷൻ കാർഡ്, ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി ചെന്നാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിന് ശേഷം അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നാൽ നിങ്ങളുടെ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ശേഷം അതിൻ്റെ ഒരു പകർപ്പും ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയുമായി നിങ്ങൾ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് സമർപ്പിച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇനി ഫേസ് മാസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ തുക കൈകളിൽ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ വീടുകളിൽ പെൻഷൻ നൽകാൻ എത്തുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ പെൻഷൻ തുക കൈമാറുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേസ് മാസ്റ്ററിംഗ് ചെയ്യും. അത് പെൻഷൻ അർഹതയുള്ള ആ ഒരു വ്യക്തിക്ക് തന്നെയല്ലേ പെൻഷൻ തുക നൽകുന്നത് എന്നത് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് മാസ്റ്ററിംഗ് ചെയ്യുന്നത്. അതിന് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അത് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയാണ് നടത്തപ്പെടുന്നത്. മസ്റ്ററിംഗ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരുന്നതാണ്. 2024 അവസാനത്തെ പെൻഷൻ ഒരുവിധം എല്ലാ ആളുകൾക്കും ലഭിച്ചു കഴിഞ്ഞു. ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. വീടുകളിലെത്തിയിട്ട് പെൻഷൻ കൈകൾ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇനി പെൻഷൻ തുക എത്തിച്ചേരാനുള്ളൂ. അവർക്കും ഇന്നോ നാളെയോ ആയിട്ട് തന്നെ പെൻഷൻ തുക എത്തിച്ചേരും. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.